ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ അറിഞ്ഞ് ജീവിക്കാൻ നമ്മുടെ മക്കളെ എങ്ങനെ പഠിപ്പിക്കാം, അതായത് ഭഗവത് ചിന്ത എങ്ങനെ മക്കളിൽ കൊണ്ടുവരാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയിൽ ഇപ്പം ഭക്തി എന്ന് പറയുന്ന കാര്യം വളരെ കുറവായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഭക്തി, നിഷ്ഠ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് മാറ്റി ഭഗവത് ചിന്തയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും, അതായത് മുതിർന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിന് അവർക്ക് ഇപ്പോൾ അച്ഛനമ്മമാരോടൊപ്പം തന്നെ, അതായത് ഇപ്പോൾ അവരോട് ഷെയർ ചെയ്യാത്ത കാര്യം പോലും നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു ആശ്വാസം കിട്ടും എന്ന് ഒരു വികാരം കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഭഗവത് ചിന്തകൾ ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിലൊക്കെ കുറേ ചേഞ്ചസ് വരുത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ പുതുതലമുറയെ കൊണ്ടുവരാനായിട്ട് കുട്ടികൾക്കൊക്കെ ചെറുതിലെ മുത്തശ്ശനായാലും മുത്തശ്ശിയായാലും പേരൻസ് ആയാലും ഒക്കെ അവർക്ക് നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഭഗവാന്റെ കഥകൾ. അപ്പോൾ ആ കഥകൾ കേൾക്കുന്നതിലൂടെ ഒരു ദിവസം ഒരു കഥ കേൾക്കുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നെക്സ്റ്റ് കഥ കേൾക്കാൻ കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹം വരികയും അങ്ങനെ അവരെ നമുക്ക് ഭക്തി മാർഗത്തിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ രാവിലെ തന്നെ പ്രഭാതത്തിൽ തന്നെ പ്രഭാത സ്നാനകർമ്മങ്ങളും എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളെയും കൊണ്ട് ശീലിപ്പിക്കുക. അതുപോലെ പ്രാർത്ഥന, സ്നാനം എല്ലാം കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം അവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു രീതി കൊണ്ടുവരാൻ നോക്കുക. അതായത് പ്രെയർ മസ്റ്റായിട്ടും ചെയ്യണം. അതായത് രാവിലെ തന്നെ ഫസ്റ്റിലെ നമ്മൾ ഗണപതി ഭഗവാനെയാണ് ഫസ്റ്റിലെ നമ്മൾ ആദ്യമേ സ്മരിക്കേണ്ടത്. അതിന് ഓം ഗം ഗണേശായ നമ എന്ന മന്ത്രം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പിന്നീട് നമ്മൾ സൂര്യദേവനെ പ്രാർത്ഥിപ്പിക്കണം. അതായത് സൂര്യദേവനെ പ്രാർത്ഥിക്കാനായിട്ട് വലിയ മന്ത്രങ്ങളൊന്നും ജപിക്കേണ്ട കാര്യമില്ല. ആദിത്യ ഹൃദയ മന്ത്രം ഒക്കെ അങ്ങനെ കുറേ ഉണ്ട്, പക്ഷെ അതൊന്നും വേണ്ട. ഓം സൂര്യദേവായ നമ, ഓം ഭാസ്കരായ നമ എന്ന ഈ മന്ത്രത്തിലൂടെ ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പോൾ അതിലൂടെ കുഞ്ഞുങ്ങളിൽ സൂര്യഭഗവാൻ എന്നത് പറയുന്നത് പ്രപഞ്ച ശക്തിയാണെന്നവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പ്രപഞ്ചത്തിൻ്റെ തന്നെ നാഥനാണ് സൂര്യദേവൻ. നമുക്ക് അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾ രാവിലെ അങ്ങനെ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ അവർക്ക് ശരീരത്തിന് വേണ്ടുന്ന ബോൺസിനൊക്കെ വേണ്ടുന്ന വൈറ്റമിൻ ഡിയും അവർക്ക് കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് ഭഗവാനെ ഒരു പ്രാർത്ഥനയിലൂടെ അവർക്ക് മാനസികമായ സന്തോഷവും അവരിൽ വരുന്നതായിരിക്കും. അതുപോലെ നമ്മൾ വിളക്ക് വെച്ചതിന് മസ്റ്റ് രാവിലെ ഒക്കുന്നവരെല്ലാം വിളക്ക് കത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിളക്ക് കത്തിച്ച് വിളക്കിൻ്റെ മുന്നിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക. അതിനുശേഷം അവരെയും കൊണ്ട് ഓം നമഃ ശിവായ അത് നമുക്ക് ഒക്കാവുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് ചെല്ലാവുന്നത്രയും ജീവിപ്പിക്കുക. അതുപോലെ ഓം നമോ നാരായണായ മന്ത്രവും കുഞ്ഞുങ്ങളെയും കൊണ്ട് ജപിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ സരസ്വതി ദേവിയുടെ ഒരു മന്ത്രം മസ്റ്റ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് ജപിപ്പിച്ചിരിക്കണം. കാര്യം അവർക്ക് ബുദ്ധിപരമായ ഉണർവും ബുദ്ധിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് അത് വളരെ ഉത്തമമായിരിക്കും. ഇങ്ങനെയൊക്കെ നിങ്ങൾ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കാൻ നോക്കുക. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ.